ഹലോ സുഹൃത്തുക്കളെ, രച്ചൂസ് ഡ്രീംസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കിഴങ്ങും മുട്ടയും വെച്ചിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വലിയൊരു കിഴങ്ങും 3 ചെറിയ കിഴങ്ങും കൂടിയാണ് എടുത്തേക്കുന്നത്. അത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കിഴങ്ങൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ഉടച്ച് വെച്ചേക്കുവാണ്. അതിലേക്ക് നമ്മൾ ആദ്യം സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ വറ്റൽ മുളക്, അതിനുശേഷം നമ്മളൊരു ശകലം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് ഗരം മസാലയാണ്. പിന്നെ ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു നാരങ്ങയുടെ പകുതി നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മളിതിൽ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദയാണ്. മൈദയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് കുഴച്ചെടുത്ത് വയ്ക്കാം. എന്നിട്ട് ഇത് നമ്മളൊന്ന് ഉരുട്ടി നമ്മൾ ചപ്പാത്തി പരത്തുന്ന കണക്കൊന്ന് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇത് അപ്പോൾ നമുക്ക് ഇതുപോലൊന്ന് ഷേപ്പ് വരുത്തി ഒന്ന് ഇതുപോലൊന്ന് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. നമ്മളിതിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാൻ പോവുകയാണ്. അതിന് മുമ്പിട്ട് നമ്മളൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കാര്യം ഇതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് വെളിച്ചെണ്ണ ഒഴിച്ച് തേച്ച് കൊടുക്കുന്നത്. എണ്ണയും തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ പരത്തി കൊടുക്കുക. കൈ കൊണ്ട് തന്നെ പരത്തി കൊടുത്താൽ മതി. അതിൻ്റെ ആവശ്യമേ കാര്യം നമ്മൾ മറ്റേത് വെച്ച് പരത്തുന്നതിനേക്കാളും നല്ലത് ഇത് വെച്ച് പരത്തുന്നതാണ്, കൈ കൊണ്ട് പരത്തുന്നതാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു പ്ലേറ്റിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചെടുത്താണ്. എന്നിട്ട് നമ്മൾ പുഴുങ്ങിയ മുട്ട ഇതിലോട്ടൊന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. നേരത്തെ നമ്മൾ പരത്തി വെച്ചത് ഇതിലോട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക.
എല്ലാ സൈഡും ഒന്ന് ഒട്ടിച്ചൊന്ന് കവർ ചെയ്ത് വെക്കാം. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളിതിലൊന്ന് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഷേപ്പ് വരുത്തി കൊടുക്കുക. എല്ലാം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പാക്കി കൊടുക്കണം. എണ്ണയൊന്ന് ഒഴിച്ച് നമ്മളൊന്ന് ചൂടാക്കുകയാണ്. എണ്ണ നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. എണ്ണയൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്, നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കണം. ഒരു സൈഡ് മാത്രം കിടന്നു കഴിഞ്ഞാൽ അതൊന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ലോണം വേവിച്ചെടുക്കണം. ഇപ്പം തന്നെ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമുക്കിതൊന്ന് എടുക്കാം. നമുക്കിത് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ഒരു കണ്ണാപ്പയിലോട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ എണ്ണയൊക്കെ ഒന്ന് നമുക്കൊന്ന് തുറന്ന് കിട്ടും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അതൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. കാര്യം നമ്മൾ കിഴങ്ങ് വേവിച്ചപ്പം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മൾ മുട്ട വേവിച്ചപ്പോഴും അതുപോലെ നമ്മൾ ഉപ്പ് ചേർത്താണ് മുട്ട വേവിച്ചെടുത്തത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.